102 സീറ്റോടുകൂടി വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള വടശ്ശേരിക്കര ദാമോദരൻ മേനോൻ സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റിട്ട് ഇന്ന് 30 ദിവസമാകുന്നു. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 30 ദിവസം വലിയ ആയുസല്ല. അവർക്ക് കൃത്യമായ ആളുകളെ പോസ്റ്റ് ചെയ്യാനും സ്റ്റാഫിനെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോലുമുള്ള സമയമായിട്ടില്ല. എല്ലാ മന്ത്രിമാരുടെ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്തിട്ടുമില്ല. അത്യാവശ്യം പ്രൈവറ്റ് സെക്രട്ടറിമാരെയും പ്രസ് സെക്രട്ടറിമാരെയും ചില APS ചിലരെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് പേരെ പോസ്റ്റ് ചെയ്തിട്ടുമില്ല. എന്തായാലും ഈ 30 ദിവസത്തിനിടയിൽ ഇന്ന് 30 ദിവസം തികയാണ്, ഒരു മാസം. ഇനി ജൂലൈ 1 മുതൽ 100 ദിവസത്തെ പരിപാടി ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 30 ദിവസത്തിൽ എങ്ങനെയാണ് പെർഫോമൻസ്? ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തിട്ടേ ഉള്ളൂ, ആദ്യത്തെ പരീക്ഷ പോലും ആയിട്ടില്ല. അപ്പോൾ കുട്ടിയുടെ പെർഫോമൻസ് നോക്കുന്നത് ശരിയല്ല. പക്ഷേ എങ്കിലും ഒരു 30 ദിവസമായപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. വിവിധ മേഖലകളിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഒന്നാമത്തെ വിഷയം, ഓപ്പറേഷൻ തൂഫാൻ തന്നെയാണ് മാർക്കിൽ ഒന്നാമതായി നിൽക്കുന്നത്. 100-ൽ 100 മാർക്കും കൊടുക്കാനേ വകുപ്പുള്ളൂ. 110 കൊടുത്താൽ പിന്നെ മാർക്കിൻ്റെ സിസ്റ്റത്തിൽ കുഴപ്പം വരും. 100-ൽ 100 മാർക്കുമായി ഓപ്പറേഷൻ തൂഫാൻ ഫസ്റ്റിൽ തന്നെ രംഗത്തുണ്ട്. രണ്ടാമത്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്തി. അത് തമ്മിൽ ഏത് എന്നുള്ളതൊരു തർക്കമുണ്ട്. ജനക്ഷേമപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തതാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന. അത് 100 മാർക്കാണ്. സ്ത്രീകൾക്ക് 10-13 ലക്ഷം സ്ത്രീകൾ ഇതിനോടകം തന്നെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ വലിയ തിരക്കാണ്. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളിൽ ഒന്നും സ്ത്രീകൾ കയറുന്നില്ല. അവർക്ക് വലിയ നഷ്ടമാണ്. ടെമ്പോകളിലും ആട്ടോകളിലും ഒന്നും സ്ത്രീകൾ കയറുന്നില്ല. എല്ലാവരും ഇടിച്ച് ഈ സർക്കാരിൻ്റെ ഓർഡിനറി ബസ്സുകളിൽ കയറുകയാണ്. ഫാസ്റ്റിൽ പോലും തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വയോജന വകുപ്പ് തുടങ്ങി ഈ 30 ദിവസത്തിനകത്ത് തുടങ്ങിയ ഒരു കാര്യമാണ്. വളരെ വലിയ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വകുപ്പ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത് നീതി ആയോഗ് യോഗത്തിൽ 28 മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത നീതി ആയോഗ് യോഗത്തിൽ വി.ഡി. സതീശൻ ഇത് മുഖ്യമന്ത്രി അവതരിപ്പിച്ചപ്പോൾ പ്രധാനമന്ത്രി കൈയടിക്കുകയും അദ്ദേഹം അത് ഓണപ്പ് ചെയ്യുകയും അദ്ദേഹം എക്സിൽ പറയുകയും ചെയ്തു, കുറിക്കുകയും ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളും മാതൃകയാക്കേണ്ട മനോഹരമായ തീരുമാനമാണ് കേരള സർക്കാർ എടുത്ത വയോജന വകുപ്പിൻ്റെ തീരുമാനം. അതുപോലെ തന്നെ പിന്നെ ആദ്യത്തെ മന്ത്രിസഭയിൽ എടുത്തൊരു തീരുമാനം, ആശാ വർക്കേഴ്സിൻ്റെ വേതനം 3000 രൂപ കൂട്ടി. അംഗനവാടിക്കാർക്ക് 1000 രൂപ കൂട്ടി. അങ്ങനെ വളരെ കൃത്യമായ ഒരു പരിപാടി ചെയ്തു എന്നുള്ളതും അതും 100 മാർക്ക് കാര്യം. സതീശൻ ആശാ വർക്കേഴ്സിൻ്റെ സമര പന്തലിൽ പോയി അധികാരത്തിൽ വളരെ ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ ശമ്പളം കൂട്ടും, വേതനം കൂട്ടുമെന്ന് പറഞ്ഞു. ആദ്യ മന്ത്രിസഭയിൽ തന്നെ വേതനം കൂട്ടി. അതിൽ കയ്യടി വളരെ നല്ല രീതിയിൽ ആശാ വർക്കേഴ്സിൽ നിന്ന് കൃത്യമായി വി.ഡി. സതീശൻ മന്ത്രിസഭ ഏറ്റുവാങ്ങി. അതുപോലെ തന്നെ പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കേരളിൻ്റെ വിജ്ഞാപനം റദ്ദ് ചെയ്യുകയും മഞ്ഞക്കുറ്റി വലിച്ചു എടുത്ത് കളയാൻ തീരുമാനിക്കുകയും ചെയ്തു. അതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അതും വന്നു. അതുപോലെ തന്നെ വ്യവസായ വകുപ്പിൽ ഒരു സംരംഭകന് നഷ്ടപ്പെട്ടിരുന്ന ജോഷി തോമസിന് നഷ്ടപ്പെട്ടിരുന്ന ഭൂമി പാലക്കാട് തിരിച്ചു കൊടുത്തു സംരംഭകന്. അങ്ങനെ വ്യവസായ രംഗത്തും ഒരു നേട്ടത്തെക്കുറിച്ച് പറയുന്നു. തൂഫാൻ മാതൃകാപരമാണ്. ഈ വ്യവസായ രംഗത്തെ കാര്യം വലിയ കാര്യമാണ്. സൗജന്യ യാത്ര വലിയ നേട്ടമാണ്. ആശമാർക്ക് കൊടുത്ത പയണത്തിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഈ കത്രിക ഉള്ളിൽ പോയെന്നൊക്കെ പറഞ്ഞിട്ട് ശസ്ത്രക്രിയാ പ്രശ്നം പറ്റിയ ഒരു യുവതി ഉണ്ടായിരുന്നു. അവർക്ക് കൃത്യമായി അവരുടെ ഹർഷിന എന്ന് പറയുന്ന കോഴിക്കോട്ടെ യുവതിക്ക് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയും ജോലി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വശത്ത് കാരുണ്യം, കരുണ, അതുപോലെ തന്നെ കരുതൽ ഒക്കെ ഉള്ള ഒരു എമ്പതി ഗവൺമെൻറ് എന്നുള്ള ഒരു മെസ്സേജ് കൃത്യമായി വി.ഡി. സതീശൻ 30 ദിവസത്തിനകം എടുത്തിട്ടുണ്ട്. നിരാലംബരും നിരാശ്രിതരും സാധാരണക്കാരുമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ തന്നെ എല്ലാ ക്യാബിനറ്റ് കഴിയുമ്പോഴും കൃത്യമായി ക്യാബിനറ്റിൻ്റെ ബ്രീഫിംഗ് പത്രസമ്മേളനം നടത്തുന്നു എന്നുള്ളതും ഈ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. സെക്രട്ടേറിയറ്റിലെ യഥാർത്ഥ ഗേറ്റുകളൊക്കെ തുറന്നിടുകയും അവിടെ കൃത്യമായി ജനങ്ങൾക്ക് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും കാണാനുള്ള അവസരവും അവരുടെ പരാതികൾ കൊടുക്കാനുള്ള അവസരവും ഉള്ളത് കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിൽ ആ സമയം നിറഞ്ഞു കവിയും ജനങ്ങൾ. വലിയ ജനസംഖ്യയാണ് സെക്രട്ടേറിയറ്റിൽ ആ സമയത്ത് വരുന്നത്. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള
കാര്യങ്ങൾ വരുന്നു. ഇനി അസംബ്ലിയും ജനകീയമാക്കുന്നതിനുള്ള പരിപാടികൾ വരുന്നു. അസംബ്ലിയിൽ ജനങ്ങൾക്കും നേരത്തെ ചോദ്യങ്ങൾ കൊടുത്താൽ അതിന് ഉത്തരം അസംബ്ലിയിൽ നിന്ന് ഉണ്ടാകും. അങ്ങനെ ചോദ്യം കൊടുക്കുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് ഗാലറിയിൽ ഇരുന്ന് ചോദ്യത്തിന് ഉത്തരം കേൾക്കാൻ അവസരമുണ്ടാകും. അപ്പോൾ MLA മാർക്ക് മാത്രമല്ല ജനങ്ങൾക്കും അസംബ്ലിയിൽ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കുന്ന പുതിയൊരു ജനാധിപത്യം വരുന്നു. ഇതൊക്കെ പഞ്ചായത്തിൽ പരിശോധിക്കേണ്ടതാണ്. പഞ്ചായത്ത് സമിതിയിലൊക്കെ ഇത് നേരത്തെ ഇപ്പോഴേ തന്നെ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന പരിപാടികളിലേക്ക് അസംബ്ലി പോകുന്നു. അതുപോലെ തന്നെ ഈ മറ്റ് വിശ്വാസങ്ങളെടുക്കുന്ന പരിപാടികൾ നടക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ വന്നു, തുടക്കം എന്നൊരു പരിപാടി ആരോഗ്യവകുപ്പിൽ വന്നു, ഓപ്പറേഷൻ ഭക്ഷ്യസുരക്ഷ വന്നു, ഹോട്ടലുകളിൽ പരിശോധന നടക്കുന്നു, വിജിലൻസ് ശക്തമായിട്ടുണ്ട്. അങ്ങനെ 30 ദിവസത്തെ ഭരണം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി തൂക്കി എന്ന് പറയുന്ന രീതിയിൽ തന്നെ അദ്ദേഹം അത് തൂക്കിയിരിക്കുകയാണ്. കൃത്യമാണ് ഇപ്പോഴത്തെ മെസ്സേജ്. ഇനി അങ്ങോട്ട് എന്തെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഈ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ചില ബന്ധുക്കളെ വച്ചുവെന്നും ചില ആളുകളെ വച്ചുവെന്നൊക്കെ ഉള്ള തർക്കങ്ങൾ വന്നപ്പോൾ, ദേവസ്വം ബോർഡിൽ ചില പോസ്റ്റ് വന്നപ്പോൾ, പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ചില പോസ്റ്റുകളിലൊക്കെ ചില തർക്കങ്ങൾ വന്നപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൃത്യം രീതിയിലേക്ക് എല്ലാം ശുദ്ധമാക്കി കൊണ്ടുപോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കാണുന്നത്. നാളെ വിസ്മയ ബഡ്ജറ്റ് വരും. നാളേക്ക് നമുക്ക് കാത്തിരിക്കാം. ഇന്ന് 30 ദിവസം തികഞ്ഞത് കൊണ്ടാണ് ഈ തരത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനിയും എന്തെങ്കിലും ഇതിനകത്ത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കുറ്റങ്ങളും കുറവുകളും പരിമിതികളും ജനദ്രോഹ നടപടികളും വന്നാൽ തീർച്ചയായും നമുക്ക് ജനപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെ ശക്തമായി എതിർക്കേണ്ടിയും വരും.